ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് പഠിക്കാനുള്ളത് വീൻസ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്. എന്താണെന്ന് നോക്കാം. വീൻസ്റ്റോൺസ് ബ്രിഡ്ജ്. വീൻസ്റ്റോൺസ് ബ്രിഡ്ജിൽ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു സ്ക്വയറിന്റെ 4 സൈഡുകളിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. PQRS 4 റെസിസ്റ്റേഴ്സ്. ഇനി ഈ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. മറ്റ് 2 ഓപ്പോസിറ്റ് കോർണേഴ്സിന് അക്രോസ് ആയിട്ട് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ദിസ് സർക്യൂട്ട് ഈസ് നോൺ ആസ് വീൻസ്റ്റോൺസ് ബ്രിഡ്ജ്. ഈ സെല്ലിൽ നിന്നും I എന്ന് പറയുന്ന കറണ്ട് പുറത്തേക്ക് വരുന്നു. ഇത് ഈ സർക്യൂട്ടിലൂടെ ഈ വയറിലൂടെ ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിൽ വരുന്നു. ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ കറണ്ടിന് മുന്നോട്ട് പോകാൻ 2 പാത്തുകളുണ്ട്. കുറച്ച് കറണ്ട് ഈ പാത്തിലൂടെ പോകും, ദാറ്റ് ഈസ് I1. ദെൻ ബാക്കി കറണ്ട് ഈ വഴിയിലൂടെ പോകും, ദാറ്റ് ഈസ് I2. ഇനി ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ്. ഈ കറണ്ട് ബി എന്ന് പറയുന്ന ജംഗ്ഷനിൽ വന്നു. അപ്പോൾ വീണ്ടും ഈ കറണ്ടിന് 2 വഴി മുന്നിൽ. കുറച്ച് കറണ്ടിന് ഇങ്ങോട്ടും പോകാം, കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പോകാം. അപ്പം ഇതിലെ കുറച്ച് കറണ്ട് ഈ സർക്യൂട്ടിൽ ഈ ഗാൽവനോമീറ്റർ വഴി താഴേക്ക് ഫ്ലോ ചെയ്തു. അപ്പം ഗാൽവനോമീറ്ററിന്റെ കറണ്ട് ആയതുകൊണ്ട് ഗാൽവനോമീറ്റർ കറണ്ട് IG എന്ന് നമുക്ക് ഇതിനെ മാർക്ക് ചെയ്യാം. IG ഗാൽവനോമീറ്റർ കറണ്ട്, ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്ത കറണ്ട്. ഇതിന്റെ ബാലൻസ് കറണ്ട് I3 ഇവിടെ കൂടെ ഫ്ലോ ചെയ്തു ഈ ജംഗ്ഷനിൽ വന്നു. അപ്പോൾ ഈ കറണ്ട് I2 ഇങ്ങനെ ഫ്ലോ ചെയ്തു വന്നു. അപ്പോൾ മുകളിൽ നിന്നും വന്ന IG കൂടെ വന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു കറണ്ട് ഉണ്ടായി, ദാറ്റ് ഈസ് I4. I4 ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിൽ വന്നു. ഇവർ വീണ്ടും കമ്പയർ ചെയ്ത് പഴയ കറണ്ട് I ആയിട്ട് മാറി. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് വന്നു. ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കുറച്ച് കറണ്ട് I1 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു, കുറച്ച് കറണ്ട് I2 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു. ഇനി I1 ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ മുന്നിൽ 2 വഴികൾ. കുറച്ച് കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്തു, ഗാൽവനോമീറ്റർ കറണ്ട്. ബാക്കി കറണ്ട് Q എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്തു, ദാറ്റ് ഈസ് I3. ദെൻ ഹിയർ this current I2 and IG combine to form a new current I4. അല്ലേ? I4 ഫ്ലോ ചെയ്ത് ഇവിടെ വന്നു, I3 ഫ്ലോ ചെയ്ത് വന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വീണ്ടും I ആയി. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കൈറ്റ് അല്ലെങ്കിൽ പട്ടം പോലെ തോന്നും ഈ സർക്യൂട്ട്, ഒരു പട്ടം പോലെ. ദെൻ ഈ കൈറ്റിന്റെ 2 സൈഡുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഹാഫും ഈ ഒരു ഹാഫും. നമുക്കിവിടെ ഈ ഹാഫിൽ ക്രിച്ച്ഹോഫ്സ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. ക്രിച്ച്ഹോഫ്സ് സെക്കൻഡ് റൂൾ. അപ്പോൾ ABDA എന്ന് പറയുന്ന ഈ മെഷീനാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ക്രിച്ച്ഹോഫ്സ് സെക്കൻഡ് റൂൾ പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ അതിലെ കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക. എന്നിട്ട് അങ്ങനെ കുറേ ആൾക്കാർ കാണും, അവരെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ലൂപ്പിൽ EMF കിട്ടും. അപ്പോൾ അതാണ് ക്രിച്ച്ഹോഫ്സ് സെക്കൻഡ് റൂൾ നിങ്ങൾക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ലൂപ്പിൽ ക്രിച്ച്ഹോഫ്സ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ദെൻ ഈ സർക്യൂട്ട് ഈ വയറിലൂടെ പോകുന്ന കറണ്ട് I1 ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് P പ്ലസ് ഇങ്ങനെ വരികയാണ്. പിന്നെ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IG, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് G ആണെങ്കിൽ IG ഇൻറ്റു G. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആണ് I2 എന്ന് പറയുന്ന കറണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിച്ച്ഹോഫ്സ് റൂൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കറണ്ട് ഓപ്പോസിറ്റ് ആണ് അടുത്ത കറണ്ടെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത അല്ലെങ്കിൽ ഈ ക്ലോക്ക് വൈസിൽ ഫ്ലോ ചെയ്ത കറണ്ട് നമ്മളിവിടെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ ഇത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ കറണ്ട് വരുന്നത് I2. അതുകൊണ്ട് അതിനെ മൈനസ് മാർക്ക് ചെയ്യാം. -I2 അത് ഫ്ലോ ചെയ്ത് ആറിലൂടെയാണ്. -I2 ഇൻറ്റു R ഈസ് ഈക്വൽ ടു ഈ ലൂപ്പിലെ EMF. ഈ ലൂപ്പിൽ സെല്ലില്ല, അതുകൊണ്ട് EMF 0 എന്ന് എഴുതാം. സെല്ല് ഇവിടെയാണുള്ളത്. ഈ നമ്മൾ കൺസിഡർ ചെയ്ത ഈ ലൂപ്പിൽ സെല്ലില്ല, അതുകൊണ്ട് ഈസ് ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. നമുക്കിതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ I1P പ്ലസ് IGG ഈക്വൽ ടു I2 ഇൻറ്റു R. ദെൻ ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സിമിലർലി വി ക്യാൻ അപ്ലൈ ദിസ് റൂൾ ഇൻ ദി സെക്കൻഡ് സെക്ഷൻ BCDB. ഈ മെഷിൽ നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യാം. ദെൻ ഇൻ മെഷ് BCDB.
അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സ്ക്വയറിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ പോർഷനിൽ അപ്ലൈ ചെയ്തു. ഇനി ഇതിനെ റൈറ്റ് സൈഡിലത്തെ പോർഷനിൽ അപ്ലൈ ചെയ്യാം. ദെൻ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. കറണ്ട് I3, റെസിസ്റ്റൻസ് Q. ദെൻ I3Q. ദെൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത കറണ്ടിൻ്റെ ഓപ്പോസിറ്റാണ് I4 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് ക്ലോക്ക് വൈസിൽ പോകുന്ന കറണ്ടാണ്, അതിന് ഓപ്പോസിറ്റാണ് I4. അതുകൊണ്ട് -I4 എന്ന് കൺസിഡർ ചെയ്യണം. അത് എസ്സിലൂടെയാണ് ഫ്ലോ ചെയ്തത്. എസ് ഒരു റെസിസ്റ്റൻസ് ആണ്, എസ്. ദെൻ IG. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത കറണ്ടിന് ഓപ്പോസിറ്റാണ് ഈ IG, അതുകൊണ്ട് അതിനും മൈനസ് സൈൻ കൊടുക്കുക. ദെൻ -IG. അത് ഗാൽവനോമീറ്ററിലൂടെയാണ് ഫ്ലോ ചെയ്തത്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G ആണെങ്കിൽ IG × G എന്ന് എഴുതാം. അപ്പോൾ I3 Qയിലൂടെ ഫ്ലോ ചെയ്തു, അപ്പോൾ I3Q. I3ക്ക് ഓപ്പോസിറ്റ് ആണ് I4, അതുകൊണ്ട് -I4. എസ്സിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ട് × S. ഈ I4 വന്ന അതേ ഡയറക്ഷൻ തന്നെയാണ് IG വരുന്നത്, അതുകൊണ്ട് അത് നെഗറ്റീവ് കറണ്ടായി, -IG. ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്തു, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G ഈസ് ഈക്വൽ ടു EMF ഓഫ് ദിസ് ലൂപ്പ്. ഈ ലൂപ്പിൽ സെല്ലില്ല, അതുകൊണ്ട് EMF വീണ്ടും 0 എന്ന് എഴുതാം. ഈ നെഗറ്റീവ് ടൈം രണ്ടും റൈറ്റ് സൈഡിൽ പോയാൽ I3Q is equal to I4S plus IgG. Then this is our equation number 2. ഇനി രണ്ട് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതൊരു കൈറ്റ് അല്ലെങ്കിൽ ഒരു പട്ടമായിട്ട് കൺസിഡർ ചെയ്താൽ ഈ പട്ടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്തു. കിർച്ചോഫ് സെക്കൻഡ്. ഇനി നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അതായത് ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് വെക്കുക. ഈ നടുക്കുള്ള ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് വെക്കുക. ദെൻ ഇഫ് ഗാൽവനോമീറ്റർ കറണ്ട് IG ഈസ് ഈക്വൽ ടു 0, ഗാൽവനോമീറ്റർ കറണ്ട് IG 0 വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും എങ്ങനെ മാറ്റി എഴുതാം? ദെൻ IG 0 ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിലെ G 0 ആണെങ്കിൽ ഈ ടേം ഫുൾ, IG 0 ആണെങ്കിൽ ഈ ടേം ഫുൾ ക്യാൻസൽ ആയി പോകും. ദെൻ from equation 1, I1P is equal to I2R. Then this is our equation number 3, മൂന്നാമത്തെ equation. Similarly, from equation 2, IG 0 ആക്കുക. ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ IG 0 ആണെങ്കിൽ ഈ ടേമും 0 ആവും. Then I3Q is equal to I4S. Then this is our equation number 4. ഇനി നമ്മളിവിടെ സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യും. ഇനിയും ഈ ലൂപ്പിൻ്റെ രണ്ട് ജംഗ്ഷനുകളിൽ ക്രിച്ചോസ് ഫസ്റ്റ് റൂൾ, ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ദെൻ ഒന്ന് B എന്ന് പറയുന്ന ജംഗ്ഷനിലും ഒന്ന് D എന്ന് പറയുന്ന ജംഗ്ഷനിലും. ദെൻ apply junction rule at B. ബിയിൽ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോകും. ജംഗ്ഷൻ റൂൾ എന്താണ്? കറണ്ട് എൻറ്ററിങ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 ആണ്, ജംഗ്ഷൻ വിട്ടുപോകുന്ന കറണ്ട് I3യും IG-യുമാണ്. ദെൻ I1 ഈസ് ഈക്വൽ ടു I3 പ്ലസ് IG. അല്ലേ? I1 ഈസ് ഈക്വൽ ടു I3 പ്ലസ് IG. ഇനി നമ്മൾ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് IG 0 ആണ്. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു I3 എന്ന് നമുക്ക് എഴുതാം. I1 ഈസ് ഈക്വൽ ടു I3. ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയതുകൊണ്ട് I1 ഈസ് ഈക്വൽ ടു I3. ദെൻ സിമിലർലി വി ക്യാൻ അപ്ലൈ ജംഗ്ഷൻ റൂൾ അറ്റ് ദിസ് ജംഗ്ഷൻ D. ഡിയിൽ അപ്ലൈ ചെയ്യുക ജംഗ്ഷൻ റൂൾ. ദെൻ അറ്റ് ഡിയിൽ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ കറണ്ട് എൻറ്ററിങ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I2വും IG-യുമാണ്. ജംഗ്ഷൻ വിട്ടുപോകുന്ന കറണ്ട് I4 ആണ്. ദെൻ I2 പ്ലസ് IG, ജംഗ്ഷനിലേക്ക് വന്ന രണ്ട് കറണ്ടുകൾ I2വും IG. ജംഗ്ഷൻ വിട്ടുപോകുന്ന കറണ്ട് I4 ഈസ് ഈക്വൽ ടു I4.
ഇവിടെയും നമ്മൾ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണെങ്കിൽ I2 is equal to I4 if ഗാൽവനോമീറ്റർ കറണ്ട് IG is equal to 0. അടുത്തതായി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ ഇക്വേഷൻ 4. അതായത് ഇക്വേഷൻ 3യുടെ ലെഫ്റ്റ് സൈഡ് I1P ഡിവൈഡ് ബൈ ഇക്വേഷൻ 4ന്റെ ലെഫ്റ്റ് സൈഡ് I3Q is equal to ഇക്വേഷൻ 3യുടെ റൈറ്റ് സൈഡ് I2R ഡിവൈഡ് ബൈ ഇക്വേഷൻ 4ന്റെ റൈറ്റ് സൈഡ് I4S ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ I1ഉം I3 ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ I1ഉം I3യും ക്യാൻസൽ ആയി. അതുപോലെ ഇവിടെ I2 is equal to I4 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ I2ഉം I4ഉം ക്യാൻസൽ ആയി. ബാക്കി P/Q is equal to R/S. ഇതാണ് വീൻസ്റ്റോൺസ് പ്രിൻസിപ്പിൾ. എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൽ നമ്മൾ IG 0 ആണെന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഡിറൈവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ കാണിക്കുന്നത് എപ്പോഴാണ് ഗാൽവനോമീറ്റർ കറണ്ട് IG 0 ആകുന്നതെന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കാണിക്കുന്നത് P/Qഉം R/Sഉം ഈക്വൽ ആണെങ്കിൽ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും, ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ. ദെൻ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് വീൻസ്റ്റോൺസ് പ്രിൻസിപ്പിൾ. ദെൻ P/Q is equal to R/S. ഈ ഗാൽവനോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മുകളിൽ വരുന്ന രണ്ട് റെസിസ്റ്റർ തമ്മിലുള്ള റേഷ്യോവും ഇതിൻ്റെ താഴെ വരുന്ന രണ്ട് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവും, ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഈ വരുന്ന I1 മുഴുവൻ I3 ആയിട്ട് ഇവിടെ ഫ്ലോ ചെയ്യും. അതാണ് I1 is equal to I3. അതുപോലെ തന്നെ I2 എന്ന് പറയുന്ന ഈ കറണ്ട് മുഴുവൻ I4 ആയിട്ട് ഇവിടെ ഫ്ലോ ചെയ്യും. ഇവിടെ കൂടെ കറണ്ട് ഇല്ല. അതുകൊണ്ട് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയ ശേഷം ഗാൽവനോമീറ്ററിൽ എത്ര റെസിസ്റ്റൻസ് നിങ്ങൾ കണക്ട് ചെയ്താലും ഈ ബാലൻസിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ബാലൻസ്ഡ് ആയാൽ പിന്നെ കറണ്ട് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യില്ല. കറണ്ട് ഉള്ളിടത്തെ റെസിസ്റ്റൻസിന് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ സർക്യൂട്ടിൽ ഗാൽവനോമീറ്ററും സെല്ലും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താലും ഈ ബാലൻസിങ് അതുപോലെ തന്നെ നിൽക്കും. ബാലൻസിങ്ങിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. ഗാൽവനോമീറ്ററും സെല്ലും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗാൽവനോമീറ്ററിനെ ഇവിടെ വരച്ചു, സെല്ലിനെ തിരിച്ച് ഇവിടെ വരച്ചു. അങ്ങനെയാണെങ്കിലും ഈ സർക്യൂട്ട് ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു വീൻസ്റ്റോൺസ് ബ്രിഡ്ജ് എങ്ങനെയാണ് ബാലൻസ്ഡ് ആകുന്നത്? അതായത് P/Q is equal to R/S ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ PQ ഗാൽവനോമീറ്ററിന് മുകളിൽ വരുന്ന രണ്ട് റെസിസ്റ്റേഴ്സിന്റെ റേഷ്യോ P/Q is equal to ഈ ഗാൽവനോമീറ്റർ താഴെ വരുന്ന രണ്ട് റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ R/S. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ സർക്യൂട്ട് ബാലൻസ്ഡ് ആയിരിക്കും. ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് 40 ഓം, ഇത് 20 ഓം. ദെൻ 40/20. 40/20 എന്ന് പറയുന്നത് എത്രയാണ്? 2. ദെൻ അതുപോലെ തന്നെ R/S ഇത് P/Q 40/20 is equal to 2. അതുപോലെ തന്നെ R/S 100/50 അതും 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ P/Qയും 2 കിട്ടി, R/Sഉം 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും, ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ അതാണ് എൻ്റെ കണ്ടീഷൻ. നമുക്കിവിടെ ഈ ഗാൽവനോമീറ്ററും സെല്ലും തമ്മിലൊന്ന് ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഗാൽവനോമീറ്റർ ഇവിടെ നിന്ന് മാറ്റി, അതിന് പകരം ഒരു സെല്ല് കണക്ട് ചെയ്തു. സെല്ലിരുന്നിടത്ത് ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ട് പോയിന്റ് അക്രോസ് ആയിട്ടാണ് ഞാൻ ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെയും ഇതിനിടയ്ക്ക് കണക്ട് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ ഇത്രയും നീളമുള്ള വയറില്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ നീളം കുറഞ്ഞ ഒരു വയറിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ഗാൽവനോമീറ്റർ ഞാനിവിടെ കണക്ട് ചെയ്യും. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും. ദെൻ സെല്ല് അല്പം നീളം കൂടിയ ഒരു വയറിലേക്ക് മാറ്റുകയാണ്. പക്ഷേ ഇതിനെ ക്രോസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ.
അല്പം നീളം കൂടി ഒരു വയറിലേക്ക് ഞാൻ ഈ സെല്ലിനെ മാറ്റി. അപ്പോൾ കണക്ഷൻ ഇങ്ങനെയായി. ഇനി എങ്ങനെയാണ് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്നത്? അതായത് ഈ ഗാൽവനോമീറ്ററിന് മുകളിൽ വരുന്ന രണ്ട് റെസിസ്റ്റേഴ്സും, അപ്പം നമ്മളിങ്ങനെ ചരിഞ്ഞു നോക്കുക, ഗാൽവനോമീറ്ററിന് മുകളിൽ വരുന്ന രണ്ട് റെസിസ്റ്റേഴ്സും താഴെ വരുന്ന രണ്ട് റെസിസ്റ്റേഴ്സും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി. ഗാൽവനോമീറ്റർ നേരത്തെ ഇതിനെ ക്രോസ് ആയിട്ടായിരുന്നു, അവിടെ ഇപ്പോൾ സെല്ലാണ്. സെല്ല് നേരത്തെ ഈ രണ്ട് പോയിന്റിന് അക്രോസ് ആയിട്ടായിരുന്നു, അവിടെ ഇപ്പോൾ ഗാൽവനോമീറ്റർ ആണ്. അപ്പോൾ ഇനി ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. ഗാൽവനോമീറ്റർ ഇതാണെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന രണ്ടുപേര് 20യും 50. Then 20/50. ഇതിന് താഴെ വരുന്ന രണ്ടുപേര് 40/100. 40/100. Then 2/5. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുക, ക്യാൻസലായി. Then 5, 2/5. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോയും 2/5 ആണ്, ഇവർ തമ്മിലുള്ള റേഷ്യോയും 2/5 ആണ്. എന്ന് പറഞ്ഞാൽ ഇതേ ബൈ ഇത് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ കേസിൽ ഇതാണ് P, ഇതാണ് Q, ഇതാണ് R, ഇതാണ് S. അങ്ങനെയാണെങ്കിൽ വീണ്ടും P/Q = R/S ആണ്. അല്ലെങ്കിൽ ഇവിടെ വരുന്ന റെസിസ്റ്റൻസും ഇവിടെ വരുന്ന റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോയും ഇവിടെ വന്ന റെസിസ്റ്റൻസും ഇവിടെ വന്ന റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആണ്. അതുകൊണ്ട് ബ്രിഡ്ജ് വീണ്ടും ബാലൻസ്ഡ് ആയി. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വീൻസ്റ്റോൺസ് ബ്രിഡ്ജിൽ സെല്ലും ഗാൽവനോമീറ്ററും ഇന്റർചേഞ്ച് ചെയ്താലും ബ്രിഡ്ജ് വീണ്ടും ബാലൻസ്ഡ് തന്നെ ആയിരിക്കും. നിങ്ങളിപ്പോൾ PQRSന് പകരം R1, R2, R3, R4 എന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ R1/R2 = R3/R4 എന്ന് നമുക്കിതിനെ എഴുതാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രിൻസിപ്പൽ ബാലൻസിങ് കണ്ടീഷൻ ഇങ്ങനെയും നമുക്ക് എഴുതാം. R1/R2 = R3/R4.